ഹായ് മൈ ഡിയേഴ്സ്, നിങ്ങളുടെ സ്വന്തം ശ്രീലക്ഷ്മി മിസ് ആണ്. വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്സ്. എന്റെ എല്ലാ മക്കൾക്കും അറിയാം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ എക്സാം അടിപൊളിയായിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് അല്ലെ. നിങ്ങൾ എല്ലാവരും ഈ ഒരു വീഡിയോ പ്ലേ ചെയ്യാനുള്ള ഒരേ ഒരു റീസൺ എന്ന് പറയുന്നത് എന്താണ്? ഈ വരാൻ പോകുന്ന എക്സാം, ഈ എഴുതാൻ പോകുന്ന എക്സാം കംപ്ലീറ്റ് ആയിട്ട് എല്ലാ ചോദ്യം ഒന്നും വിടാതെ, ഒരു ഓപ്ഷൻ വിടാതെ എല്ലാ ചോദ്യവും എനിക്ക് എഴുതാൻ സാധിക്കണം, എനിക്ക് എഴുതിയേ പറ്റൂ എന്നുള്ള ഒറ്റ ചിന്ത കൊണ്ടല്ലേ. അത് മതിയടാ. നിങ്ങളിൽ വിശ്വസിച്ചിട്ടാണ് നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോകുന്നതെങ്കിൽ, നിങ്ങളൊക്കെ റെഡി ആയിട്ട് നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോകുന്നതെങ്കിൽ ചുറ്റുമുള്ളതൊന്നും നിങ്ങൾ കാണില്ല അല്ലെ. നമ്മുടെ കെമിസ്ട്രി ക്ലാസ് മാത്രമേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുള്ളൂ. കെമിസ്ട്രി ക്ലാസ് മാത്രം ഓർത്തോ മതി. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഓരോരോ ചോദ്യങ്ങളിലും നിങ്ങൾക്ക് ആൻസർ എഴുതാൻ സാധിക്കും. കാരണം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ചോദ്യങ്ങൾ തന്നെ എന്റെ മക്കളുടെ പരീക്ഷക്ക്, നാളെ നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷക്ക് ചോദിക്കത്തുള്ളൂ. ആ ഫുൾ കോൺഫിഡൻസോട് കൂടി വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോവാൻ. ഇനി ടെൻഷൻ അടിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, മിക്ക മക്കളുടെ മനസ്സിലുള്ള ടെൻഷൻ 4 മാർക്കിന്റെ ചോദ്യം. അറിയാം 4 മാർക്കാണ്. ചിലപ്പോൾ ആ 4 മാർക്കിന്റെ ചോദ്യത്തില് ചില ഓപ്ഷൻസ് എനിക്ക് അറിയാം, ചിലത് എനിക്ക് അറിയില്ല, അതെനിക്ക് എഴുതാൻ പറ്റിയില്ല. അതുകൊണ്ട് ചിലപ്പോൾ ആ ചോദ്യമേ ഒഴിവാക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ഇനി നിങ്ങൾ എന്ത് ചെയ്യരുത്? നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാരണം നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ ആ ചോദ്യങ്ങൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യാം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് 4 മാർക്കിന് കുട്ടികളെ ഏറ്റവും കൂടുതൽ കുഴപ്പിച്ച കുറച്ച് ചോദ്യങ്ങളാണ്. ചില ഓപ്ഷൻസ് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ടാവും. നേരെ മറിച്ച് ചില ഓപ്ഷൻസ് എന്താന്ന് പോലും നിങ്ങൾക്ക് അറിയില്ലാവില്ല. ഒരുപാട് കുട്ടികൾ പറയാറുണ്ട്, മിസ്സേ ഞാൻ 1 മാർക്കിന് 2 മാർക്കിന് കംപ്ലീറ്റ് ഞാൻ അറ്റൻഡ് ചെയ്തു, എനിക്ക് അവസാനത്തേക്ക് 4 മാർക്കിന്റെ കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. നിങ്ങൾക്ക്, എന്റെ മക്കൾക്ക് ഒരിക്കലും ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവരുത്. ആ ഒരു പ്രശ്നം ഫേസ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 4 മാർക്കിന്റെ കുറച്ച് ചോദ്യങ്ങൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, 4 മാർക്കിന്റെ 4 ചോദ്യങ്ങൾ തന്നെ ആയാൽ എത്ര മാർക്കായടാ? 24 മാർക്കായല്ലേ? അപ്പൊ വളരെ ഇമ്പോർട്ടൻസോട് കൂടി നിങ്ങൾ ഈ കോണ്ടന്റ് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക കേട്ടോ. അപ്പൊ നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ ആദ്യത്തെ ചോദ്യത്തിലേക്ക് ഷഡ്ബട്ട് ചെയ്ത് കിടക്കുകയാണ്. ഇത് കണ്ടാൽ അറിയാം നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ചോദ്യമാണ്, ചോദിച്ച ഉദാഹരണമാണ്, പല രീതിയിലും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ചോദ്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നു. അത് എങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് ആര് ചോദിച്ചാലും എന്റെ മക്കൾക്ക് ഉത്തരം പറയാൻ സാധിക്കണം. ഓക്കെ, അപ്പൊ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ഓഫ് ദ ഫോർമേഷൻ ഓഫ് സോഡിയം ഓക്സൈഡ് ഇസ് ഗിവൺ ബിലോ. ഇവിടെ നമുക്ക് സോഡിയം ഓക്സൈഡിന്റെ എന്ത് തന്നിട്ടുണ്ട്? ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം തന്നിട്ടുണ്ട്. ഓപ്ഷൻ എന്താണ്? വിച്ച് ആറ്റം ഡൊണേറ്റ്സ് ഇലക്ട്രോൺ ഇൻ ദിസ് റിയാക്ഷൻ. ഈ രാസപ്രവർത്തനത്തിൽ ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്ന ആറ്റം ഏതാണ്? നിങ്ങൾ ആദ്യം പഠിച്ചു വെക്കേണ്ട കാര്യം അയോണിക് കോമ്പൗണ്ട് എന്താണ്, കോവലന്റ് കോമ്പൗണ്ട് എന്താണെന്ന് പഠിച്ചു വെക്കണം. അത് അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇഫക്റ്റീവ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റില്ല. അപ്പൊ അയോണിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഇലക്ട്രോൺ വിട്ടുകൊടുക്കുകയോ അല്ലെങ്കിൽ സ്വീകരിക്കുകയോ ചെയ്യാണ് അവിടെ ചെയ്യുന്നത് അല്ലെ. ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. നേരെ മറിച്ച് കോവലന്റ് കോമ്പൗണ്ടിനകത്ത് എന്താ സംഭവിക്കുന്നത്? അവിടെ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഇലക്ട്രോൺസിനെ പങ്കുവെക്കുകയാണ് ചെയ്യുന്നത്. ഈ സോഡിയം ഓക്സൈഡിന്റെ കേസിൽ എന്താണ്? അയോണിക് ബോണ്ട് ആണോ കോവലന്റ് ബോണ്ട് ആണോ? അല്ലെങ്കിൽ ഇത് എന്തിന്റെ ഉദാഹരണമാണ്? അയോണിക് കോമ്പൗണ്ട് ആണോ കോവലന്റ് കോമ്പൗണ്ട് ആണോ? ഒന്ന് ആലോചിച്ച് പറഞ്ഞേ. ഇവിടെ എന്താണ്? പോസിറ്റീവും നെഗറ്റീവും ചാർജുകളൊക്കെ നിങ്ങൾക്ക് കാണാം അല്ലെ. ഈ സോഡിയം ആറ്റം ഈ ഒരു ഇലക്ട്രോണിനെ ആർക്കാണ് കൊടുക്കുന്നത്? നമ്മുടെ ഓക്സിജന് കൊടുക്കുന്നു. അതേപോലെ ഈ സോഡിയം ഈ ഒരു ഇലക്ട്രോണിനെ ആർക്ക് കൊടുക്കുന്നു? ഓക്സിജൻ ആറ്റത്തിന് കൊടുക്കുന്നു. ഓക്സിജൻ ഈ 2 ഇലക്ട്രോൺസിനെയും സ്വീകരിക്കുന്നു. ഇതിന്റെ അർത്ഥം അവിടെ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് അല്ലേ സംഭവിക്കുന്നത്? ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ആയതുകൊണ്ട് തന്നെ എന്താണ്? അതൊരു അയോണിക് ബോണ്ടിന്റെ ഉദാഹരണമാണ്. മാത്രമല്ല ഈ ഡോട്ട് ഡയഗ്രാം കണ്ടാല് നമുക്ക് ഡോട്ട് ഡയഗ്രാം വെച്ചിട്ട് പറയാം അത് അയോണിക് ആണോ കോവലന്റ് ആണോ. ഇനി ഇതൊന്നല്ല, അറിയാത്തൊരു ഉദാഹരണം തന്നു, അത് കണ്ടിട്ട് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ? സിമ്പിൾ ആണ്. ജസ്റ്റ് ഇവിടെ നോക്കുക, സ്ക്വയർ ബ്രാക്കറ്റില് ചാർജുകളൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അത് അയോണിക് ബോണ്ടിന്റെ ഉദാഹരണമാണ്. കാരണം അയോൺസ് ഉണ്ടാവുന്നത് ഇവിടെ മാത്രമാണ്, അയോണിക് ബോണ്ടുകളിൽ മാത്രമാണ് എന്നുള്ള പോയിന്റ് മനസ്സിൽ വെക്കുക കേട്ടോ. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് വിച്ച് ആറ്റം ഡൊണേറ്റ് ഇലക്ട്രോൺ. ഏത് ആറ്റമാണ് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നത്? ഏത് ആറ്റമാണ്? നമ്മുടെ സ്വന്തം സോഡിയം ആണ് അല്ലെ, ആണ്. ഈ ഒരു ഇലക്ട്രോണിനെ ഓക്സിജന് വിട്ടുകൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? സ്റ്റെബിലിറ്റി കൈവരിക്കുന്നത്. ഈ സോഡിയം അതുപോലെ തന്നെയാണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതിയാൽ മതി? സോഡിയം ആറ്റം എന്ന് എഴുതിയാൽ മതി. സെറ്റ് ആണല്ലോ. പരീക്ഷയ്ക്ക് വേറെ രീതിയിൽ ചോദിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങളോട് പറയും സോഡിയം ഓക്സൈഡിലുള്ള ബോണ്ട് ഏതാണെന്നും അതിന്റെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വരയ്ക്കാനും പറയും. ഇത് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. നോട്ട് ചെയ്ത് വെച്ചോളൂ, മാർക്ക് ചെയ്ത് വെച്ചോളൂ. നാളത്തെ പരീക്ഷയ്ക്ക് ചോദിക്കും. ഇതിന്റെ എക്സാമ്പിൾസ് ചിലപ്പോൾ മാറ്റി മാറ്റി ചോദിക്കും. ഓക്കെ, ഇത് ഡോട്ട് ഡയഗ്രാം വരയ്ക്കാൻ കറക്റ്റ് ആയിട്ട് അറിയണം കേട്ടോ. ഇനി അടുത്ത ചോദ്യത്തിലേക്കാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്?
റൈറ്റ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഓക്സൈഡ് അയോൺ. എന്റെ അമ്മോ, സോഡിയം ചോദിച്ചാൽ എനിക്ക് എഴുതാൻ അറിയാം, ഓക്സിജൻ ചോദിച്ചാൽ എനിക്ക് എഴുതാൻ അറിയാം, ഓക്സിജൻ ചോദിച്ചാൽ എന്റെ മക്കൾക്ക് എഴുതാൻ അറിയാലോ. നമുക്കൊന്ന് എഴുതി നോക്കാം അല്ലെ. ഓക്സിജന്റെ കേസ് എടുക്കുകയാണെ. ഓക്സിജന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറീലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഇങ്ങനെയൊക്കെ എണ്ണി നോക്കണോ? വേണ്ട. നമ്മുടെ ചോദ്യത്തിൽ ഇവിടെ തന്നിട്ടുണ്ടടാ, അറ്റോമിക് നമ്പർ ഓഫ് സോഡിയം 11 ആണെന്നും അറ്റോമിക് നമ്പർ ഓഫ് ഓക്സിജൻ 8 ആണെന്നും തന്നിട്ടുണ്ട്. അപ്പൊ ഒറ്റയടിക്ക് നമുക്ക് എഴുതാവുന്നതല്ലേ ഉള്ളൂ 8. എന്നാൽ ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. ചിലപ്പം നമ്മുടെ തുടക്കത്തിലുള്ള ക്വസ്റ്റ്യൻസിലൊന്നും അറ്റോമിക് നമ്പർ ചിലപ്പം തന്നിട്ടുണ്ടാവില്ല. അപ്പൊ നിങ്ങൾ അയ്യോ ഞാൻ പീരിയോഡിക് ടേബിൾ പഠിക്കാൻ മറന്നേ ഈശ്വര, അയ്യോ അയ്യോ എന്ന് പറഞ്ഞിരിക്കേണ്ട. പകരം എന്താ ചെയ്യേണ്ടത്? എടാ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നന്നായി തിരിച്ചു നോക്കുക, എല്ലാ ഭാഗത്തും നോക്കുക. ചിലപ്പം ഇവിടെ ചോദിച്ച അറ്റോമിക് നമ്പർ, ഇവിടെ ചോദിച്ച എലമെന്റിന്റെ അറ്റോമിക് നമ്പർ അപ്പുറത്ത് എവിടെയെങ്കിലും തന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങൾ റിലേറ്റ് ചെയ്യുക, നമ്മളെ പറ്റിക്കാൻ വേണ്ടി തന്നതാണ്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരേ ഉദാഹരണങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ സോഡിയം വേറെ എവിടെയെങ്കിലും തന്നിട്ടുണ്ടാവും, ഓക്സിജൻ വേറെ എവിടെയെങ്കിലും തന്നിട്ടുണ്ടാവും, അവിടെ ഇതേപോലെ ഹിന്റും തന്നിട്ടുണ്ടാവും. അപ്പൊ അത് വെച്ചിട്ട് തെറ്റാതെ എഴുതാൻ സാധിക്കും കേട്ടോ. ഇനി ബൈ ഹാർട്ട് പഠിക്കുന്നവർക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് വെച്ചിട്ടും എഴുതാം. അപ്പൊ നമ്മൾ ഓക്സിജന്റെ അറ്റോമിക് നമ്പർ 8 ആണെന്ന് കണ്ടു. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയാണ്? ആദ്യത്തെ ഷെല്ലിൽ 2, രണ്ടാമത്തെ ഷെല്ലിൽ 6 ഇലക്ട്രോൺസ്. ആർക്കും ഒരു സംശയമില്ലല്ലോ, 8 ആണ്. ആദ്യത്തെ ഷെല്ലിൽ 2 കൊടുക്കാൻ പറ്റുള്ളൂ, ബാക്കിയുള്ള 6 ഇലക്ട്രോൺസും രണ്ടാമത്തെ ഷെല്ലിൽ കൊടുത്തു. ഇനി അടുത്തത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഓക്സൈഡ് അയോൺ ആണല്ലേ. ഓക്സൈഡ് അയോൺ എന്ന് പറഞ്ഞാൽ O2-. എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ 2 ഇലക്ട്രോണെ സ്വീകരിക്കില്ലേ ചെയ്തത്. പ്ലസ് വരണമെങ്കിൽ ഇലക്ട്രോണെ ഡൊണേറ്റ് ചെയ്യണം. എന്തൊരു സാധനം ഡൊണേറ്റ് ചെയ്താൽ പോസിറ്റീവ് എന്ന് പറയുന്നത് പോലെ ഇലക്ട്രോണെ ഡൊണേറ്റ് ചെയ്താൽ മാത്രമേ ഇവിടെ പോസിറ്റീവ് ചാർജ് വരുള്ളൂ. എന്നാൽ ഇവിടെ തന്നിരിക്കുന്നത് നെഗറ്റീവ് ആണ്. ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് അല്ലേ. അപ്പൊ ഇവിടെ O2- എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഇലക്ട്രോണെ സ്വീകരിച്ചു എന്നാണ് അർത്ഥം. എന്താണ്? 2 ഇലക്ട്രോണെ സ്വീകരിച്ചു. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? യെസ്, 2 ഇലക്ട്രോണെ സ്വീകരിച്ചത് കൊണ്ട് ആദ്യം അറ്റോമിക് നമ്പർ 6 ആയിരുന്നു, 8 ആയിരുന്നു അല്ലെ. ആദ്യത്തെ അറ്റോമിക് നമ്പർ 8 ആയിരുന്നു. എന്നാൽ 2 ഇലക്ട്രോണ് സ്വീകരിച്ചത് കൊണ്ട് അത് എത്രയായിട്ട് മാറി? യെസ്, 10 ആയിട്ട് മാറി. അപ്പൊ ആദ്യത്തെ ഷെല്ലിൽ 2 കൊടുത്തു, രണ്ടാമത്തെ ഷെല്ലിൽ 6 ആയിരുന്നു. 6ന്റെ കൂടെ 2 ഇലക്ട്രോണും കൂടി വന്നിട്ട് എത്രയായി? 8 ആയിട്ട് മാറി. ഇത് സോഡിയം ചോദിക്കാട്ടോ. സോഡിയം Na+ ആണ്. Na+ എന്ന് പറഞ്ഞാൽ 1 ഇലക്ട്രോൺ വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. ഇവിടെ O2- എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺ 2- 2 ഇലക്ട്രോണെ സ്വീകരിച്ചിട്ട് എന്തായിട്ട് മാറി? 6, 8 ആയിട്ട് മാറുകയാണ് ചെയ്തത്. മിക്ക മക്കളും നേരത്തെ ചോദ്യം ഒക്കെ ഉത്തരം എഴുതും, മൂന്നാമത്തെ ചോദ്യം എഴുതും. എന്നാൽ രണ്ടാമത്തെ ചോദ്യം അയ്യോ ഓക്സൈഡ് അയോൺ ഞാൻ പഠിച്ചിട്ടില്ല, എനിക്കറിയില്ല, O2- എനിക്ക് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയരുത്, ഒരിക്കലും പറയരുത്. നിങ്ങളുടെ ശ്രീലക്ഷ്മി മിസ്സിന്റെ ക്ലാസ്സിൽ നമ്മൾ കണ്ട ചോദ്യമാണ്. ഈ സ്ഥാനത്ത് വേറെ ഏതൊരു എക്സാമ്പിൾ തന്നാലും എന്റെ മക്കൾ എഴുതിയിരിക്കണം. ഒരിക്കലും എന്ത് ചെയ്യരുത്? സ്കിപ്പ് ചെയ്യരുത്. സ്കിപ്പ് ചെയ്യില്ല എന്ന് വിചാരിക്കണം. ഓക്കെ, ഇനി അടുത്തത് റൈറ്റ് ദ നെയിം ഓഫ് ദ കാറ്റയോൺ. നമുക്കറിയാം സോഡിയം ഓക്സൈഡില് Na+ അയോണും ഉണ്ട്, O2- അയോണും ഉണ്ട് അല്ലേ? കറക്റ്റ് അല്ലേ? ആണ്. അങ്ങനെയാണെങ്കിൽ റൈറ്റ് ദ നെയിം ഓഫ് ദ കാറ്റയോൺ. കാറ്റയോണിന്റെ പ്രത്യേകത എന്താണ്? എന്ത് ചാർജ് ആണ്? പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ഞാൻ പറയാം. കാറ്റയോണില് T എന്താണ്? പ്ലസ് പോലെ ഇല്ലേ നമുക്ക് കാണാൻ? T അല്ലെ, പ്ലസ് പോലെ ഇല്ലേ? അപ്പൊ നമുക്ക് പറയാം കാറ്റയോൺസ് എന്ന് പറഞ്ഞാല് പോസിറ്റീവ് ചാർജ് ഉള്ള ആളാണ്. കാറ്റയോൺസ് എന്ന് പറഞ്ഞാല് പോസിറ്റീവ് ചാർജ് ഉള്ള ആളായത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? കാറ്റയോൺസിന് പോസിറ്റീവ് ചാർജ് ആണ്. പോസിറ്റീവ് ചാർജ് ഉള്ളത് ആരാണ്? നമ്മുടെ സോഡിയം ആറ്റം ആണ്, Na ആറ്റം ആണ് അല്ലെ, Na+ ആണ്. അപ്പോൾ കാറ്റയോൺ എന്ന് പറയുന്നത് ആരാണ്? സോഡിയം ആണ്. നേരെ മറിച്ച് ക്വസ്റ്റ്യൻ പേപ്പറിൽ ആനയോൺ ആണ് ചോദിച്ചതെന്ന് വിചാരിക്കാം. ഞാൻ ഇവിടെ എഴുതുകയാണ്. ആനയോണില്ല ഈ N എന്ന് പറയുന്നത് നെഗറ്റീവിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. എന്താണ്? നെഗറ്റീവിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്തുത്തരം വരും? ആനയോൺ നെഗറ്റീവ് ചാർജ് ആണ്. O2- നെഗറ്റീവ് ചാർജ് അല്ലേ? അത്രേ ഉള്ളൂ. അപ്പൊ ആനയോണിന്റെ പേര് നമുക്ക് കിട്ടി, ഓക്സിജൻ ആണ്. ഓക്സിജൻ അയോൺ ആണ്. റെഡി ആണല്ലോ? യെസ്, ഇവിടെ നമ്മൾ എഴുതേണ്ടത് സോഡിയം അയോൺ ആണ്. നെയിം ഓഫ് ദ കാറ്റയോൺ ഇറ്റ് സോഡിയം അയോൺ. പോസിറ്റീവ് ചാർജ് ആണ്. ഇനി അടുത്തത് വിച്ച് ടൈപ്പ് ഓഫ് കെമിക്കൽ ബോണ്ടിങ് ഇസ് പ്രസന്റ് ഇൻ സോഡിയം ഓക്സൈഡ്? ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ചാർജുകൾ ഉണ്ട്, അതുകൊണ്ട് തന്നെ എന്ത് ബോണ്ടാണ്? അയോണിക ബന്ധനമാണ്, അയോണിക് ബോണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം അയോണിക് കോമ്പൗണ്ട് ആണ് അല്ലെ. അയോണിക് ബോണ്ട് അടങ്ങിയ ആളുകളെയാണ് അയോണിക് കോമ്പൗണ്ട് എന്ന് നമ്മൾ പറയുന്നത്, അയോണിക ബന്ധനം എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് എത്ര മാർക്ക് കിട്ടി? 4 മാർക്ക് കിട്ടി. ആൻസർ വളരെ സിമ്പിൾ ആണ്. കെയർലെസ് ആയിട്ട് ഞാൻ അറിയില്ല, എനിക്കറിയില്ല, ഞാൻ പഠിച്ചില്ല എന്നുള്ള മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഴുതില്ലടാ, നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കത്തന്നില്ല. നേരെ മറിച്ച് ഒരു ഫുൾ കോൺഫിഡൻസോടുകൂടി നിങ്ങൾ പോവാണ്. എനിക്കറിയാം, നിങ്ങളൊന്ന് കണ്ണടച്ച് ആലോചിക്കാം.
നമ്മുടെ ക്ലാസ്സില്, നമ്മുടെ കെമിസ്ട്രി ക്ലാസ്സിൽ, നമ്മുടെ സ്വന്തം കെമിസ്ട്രി ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ശ്രീലക്ഷ്മി മിസ് എന്തൊക്കെ പോയിന്റാ പറഞ്ഞത്? ഇതേ പോയിന്റ് മിസ് പറഞ്ഞിരുന്നല്ലോ എന്ന് ആലോചിച്ചാൽ എന്റെ മക്കൾക്ക് എഴുതാൻ സാധിക്കും. ഒരാളുടെ സഹായം വേണ്ട, നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ എഴുതും കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ചോദ്യം എന്നല്ല, ഒരു ഓപ്ഷൻ പോലും നിങ്ങൾ വിടാതെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ എക്സാം നിങ്ങൾ എഴുതണം. ഇനി അടുത്ത ചോദ്യമാണ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മോളിക്കുലർ ഫോർമുല ഓഫ് കാർബൺ ടെട്രാക്ലോറൈഡ് CCl4. കാർബൺ ടെട്രാക്ലോറൈഡിന്റെ തന്മാത്രാ സൂത്രം തന്നിട്ടുണ്ട്, CCl4 എന്ന് തന്നിട്ടുണ്ട്. ഹിന്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ ഹിന്റ് നല്ല രസ കാണാൻ. ഇലക്ട്രോ നെഗറ്റിവിറ്റിയും തന്നിട്ടുണ്ട്, അറ്റോമിക് നമ്പറും തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആലോചിക്കുക, ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉണ്ട്, അറ്റോമിക് നമ്പർ ഉണ്ട്. ഇത് Cl ക്ലോറിൻ ആണ് കേട്ടോ, Cl ക്ലോറിൻ ആണ്. അപ്പൊ ആദ്യത്തെ ചോദ്യമാണ്, ഹൗ മെനി ഇലക്ട്രോൺസ് ആർ പ്രസന്റ് ഇൻ ദ ഔട്ടർമോസ്റ്റ് ഷെൽ ഓഫ് കാർബൺ? ഈ ഹിന്റ് കണ്ടിട്ട് നിങ്ങൾ ആരും പേടിക്കണ്ട. ഓക്കെ, ചോദ്യം വളരെ സിമ്പിൾ ആണ്. കാർബന്റെ ബാഹ്യതമ ഷെല്ലില് എത്ര ഇലക്ട്രോൺ ഉണ്ട്, ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? അപ്പൊ നമ്മൾ എഴുതുകയാണെ, കാർബന്റെ അറ്റോമിക് നമ്പർ ഇവിടെ തന്നു. കാർബന്റെ അറ്റോമിക് നമ്പർ 6 ആണെന്ന് തന്നിട്ടുണ്ട്. ആദ്യത്തെ ഷെല്ലില് നമ്മൾ 2 ഇലക്ട്രോൺസിനെ കൊടുത്തു, ഞാൻ 2 എന്ന് എഴുതി, കോമ. രണ്ടാമത്തെ ഷെല്ലില് ബാക്കിയുള്ള 4 ഇലക്ട്രോൺസിനെ നമ്മൾ 4 എന്ന് എഴുതി. ഉത്തരം കിട്ടിയടാ. ഔട്ടർമോസ്റ്റ് ഷെല്ലില് എത്ര ഇലക്ട്രോൺസ് ആണുള്ളത്? 4 ഇലക്ട്രോൺസ് ആണുള്ളത് അല്ലെ. പ്രസന്റ് ഇൻ ദ ഔട്ടർമോസ്റ്റ് ഷെൽ, ബാഹ്യതമ ഷെല്ലില് 4 ഇലക്ട്രോണുകളാണുള്ളത്. അപ്പൊ നിങ്ങൾ കൈ കിട്ടിയ ക്വസ്റ്റ്യൻ നന്നായിട്ട് ശ്രദ്ധിക്കുന്നു, അത് നിങ്ങൾ എടുത്തെഴുതുന്നു, അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നു, എന്നിട്ട് മാത്രം നിങ്ങൾ ആൻസർ എഴുതിയാൽ മതി കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇനി അടുത്ത ഓപ്ഷൻ എന്താ ചോദിച്ചിരിക്കുന്നത്, വിച്ച് ടൈപ്പ് ഓഫ് കെമിക്കൽ ബോണ്ടിങ് ഇസ് പ്രസന്റ് ഇൻ CCl4? കാർബൺ ടെട്രാക്ലോറൈഡിൽ ഏത് തരം രാസബന്ധനമാണ്? നമ്മൾ പഠിച്ചു വെക്കേണ്ട എക്സാമ്പിൾസ് ആണ് ഹൈഡ്രജൻ ക്ലോറൈഡ് HCl, കാർബൺ ടെട്രാക്ലോറൈഡ് CCl4, മീഥെയ്ൻ CH4, പിന്നെ ഹൈഡ്രജൻ H2, ഓക്സിജൻ O2, ക്ലോറിൻ Cl2, ഫ്ലോറിൻ F2, നൈട്രജൻ N2. ഇതിലൊക്കെ എന്താണ്? ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഈ ഇലക്ട്രോൺസിനെ പങ്കുവെക്കലാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലെല്ലാം എന്ത് ബോണ്ടാണ്? കോവാലന്റ് ബോണ്ടാണ്. കോവാലന്റ് ബോണ്ടാണ്. കോവാലന്റ് ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സഹസംയോജക ബന്ധനമാണ്. ഓക്കെ, പരീക്ഷയ്ക്ക് ശ്രദ്ധിക്കുക. വിച്ച് ടൈപ്പ് ഓഫ് കെമിക്കൽ ബോണ്ടിങ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. CCl4 ഏത് തരമാണ്? സഹസംയോജക ബന്ധനമാണ് കാണാൻ സാധിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം, ഡ്രോ ദ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ഓഫ് ദ ഫോർമേഷൻ ഓഫ് CCl4. ചില ആളുകളുടെ മനസ്സിലുണ്ട്, ഞാൻ ആദ്യത്തെ 2 ഓപ്ഷൻ കറക്റ്റ് ചെയ്തു, 4 മാർക്ക്, പകുതി മാർക്ക് കിട്ടി. എന്നാൽ ശ്രദ്ധിക്കാം, നമുക്ക് എന്താണ് 2 മാർക്കിന്റെ ചോദ്യമാണ് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വരയ്ക്കാൻ വരുന്നത്. അപ്പൊ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാമിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ കാണുക, അത് നിങ്ങൾ പഠിച്ചു വെച്ചിട്ട് വേണം പരീക്ഷാ ഹാളിലേക്ക് പോകാൻ. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാണ് CCl4ന്റെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വരയ്ക്കേണ്ടത് എന്ന് പറയാം. ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, നമ്മൾ എന്ത് ചെയ്തു, കാർബൺ ടെട്രാക്ലോറൈഡ്, 4 ക്ലോറൈഡ്, ടെട്ര എന്ന് പറഞ്ഞാൽ 4 എന്നാണ് അർത്ഥം. അപ്പൊ ഞാൻ ഒരു കാർബൺ എടുത്തു, കാർബന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകൾ അല്ലെ, കാർബന്റെ വാലൻസി എത്രയാണ് വരുന്നത്? 2, 4 എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം കാർബന്റെ അറ്റോമിക് നമ്പർ 6 ആയതുകൊണ്ട് യെസ് 2, 4 എന്ന് എഴുതി. ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണെ മാത്രമേ നമ്മൾ റെപ്രസെന്റ് ചെയ്തതുള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഈ 4 ഇലക്ട്രോൺസിനെ 4 ഡോട്ടുകളായിട്ട് വരച്ചു. ഇനി ക്ലോറിന്റെ കേസ് പറയുകയാണെങ്കിൽ നമുക്കറിയാം അറ്റോമിക് നമ്പർ 17 ആയതുകൊണ്ട് 287 എന്നാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, 1, 2, 3, 4, 5, 6, 7 അല്ലെ, 7 ഇലക്ട്രോൺസിനെ നമ്മൾ അവിടെ റെപ്രസെന്റ് ചെയ്തു. 4 ക്ലോറിൻ ഉള്ളത് കൊണ്ട് നമ്മൾ 4Cl എന്ന് എഴുതിയില്ലേ. ഇനി ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് ആണെങ്കിൽ നമ്മൾ എങ്ങനെയാ വരയ്ക്കുക? സർക്കിൾസിന്റെ അകത്താണ് വരയ്ക്കേണ്ടത്. ആദ്യം ഞാൻ കാർബൺ വരച്ചു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കാർബണിന്റെ ഇലക്ട്രോൺസിനെ ഞാൻ റെഡ് കളറിൽ റെപ്രസെന്റ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുന്നത്, ആദ്യം കാർബൺ വരച്ചു, കാർബണിന്റെ ഇലക്ട്രോൺസുകളെ 4 ഇലക്ട്രോൺസുകളെ എന്ത് ചെയ്തു, നമ്മൾ ഇതിന്റെ അകത്ത് റെപ്രസെന്റ് ചെയ്തു. ഇനി എന്താണ് ചെയ്യേണ്ടത്, 4 ക്ലോറിനുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓപ്പോസിറ്റ് ആയിട്ട് നല്ല ഭംഗിയിൽ വരച്ചു. ഓക്കെ, ക്ലോറിന്റെ ചുറ്റും എത്ര ഇലക്ട്രോൺസ് ആണ്? 7 ഇലക്ട്രോൺസ് ആണ്. ആ 7 ഇലക്ട്രോൺസ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 1, 2, 3, 4, 5, 6 ഏഴാമത്തെ ഇലക്ട്രോണിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ കാർബണും ക്ലോറിനും വരയ്ക്കുമ്പോൾ, സർക്കിൾസ് വരയ്ക്കുമ്പോൾ ഇന്റർസെപ്റ്റ് ചെയ്യുന്ന ഒരു പോർഷൻ ഉണ്ട് അല്ലെ, അവിടെ നമ്മൾ വരയ്ക്കുന്നത്. അതേപോലെയാണ് എല്ലാ ക്ലോറിൻസും നമ്മൾ വരയ്ക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇതേപോലെ തന്നെയാണ് CH4, കാർബൺ നടുക്കും
ചുറ്റും എന്താണ് നമ്മൾ ഹൈഡ്രജൻ ആണ് വരയ്ക്കേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു 4H എന്ന് നമ്മൾ എടുക്കുന്നു. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? CCl4ന്റെ എക്സാമ്പിൾ കിട്ടി. സെറ്റ് ആണല്ലോ, റെഡി ആണല്ലോ, ഉറപ്പല്ലേ? ആർക്കും ഒരു സംശയമില്ലല്ലോ. അപ്പൊ നമ്മൾ കോവലന്റ് കോമ്പൗണ്ട് അല്ലെങ്കിൽ കോവലന്റ് ബോണ്ട് സഹസംയോജക ബന്ധനം വരയ്ക്കുമ്പോൾ സർക്കിൾസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടെ ചാർജുകൾ ഒന്നും ഉണ്ടാവത്തില്ല. ഓക്കെ, ഇനി അടുത്ത ചോദ്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The symbol of argon atom, it is given Ar1840. How many electrons are there in argon atom? Argon atomത്തിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ടെന്നാണ് ചോദിച്ചത്. നമ്മൾ പഠിച്ചൊരു പോയിന്റ് ഉണ്ട്. അറ്റോമിക് നമ്പർ എത്രയാണോ അത് തന്നെയാണ് ഇലക്ട്രോണുകളുടെ എണ്ണവും പ്രോട്ടോണുകളുടെ എണ്ണവും. ഇവിടെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് നമുക്ക് 18 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ 18 എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോണുകളുടെ എണ്ണവുമാണ്, അതുപോലെ തന്നെ പ്രോട്ടോണുകളുടെ എണ്ണവുമാണ് അല്ലെ. യെസ്, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 18 ഇലക്ട്രോൺസ് എന്ന് നമുക്ക് അവിടെ ആൻസർ എഴുതാം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ഡ്രോ ദ ബോർ മോഡൽ ഓഫ് ദിസ് ആറ്റം. ഈ ആറ്റത്തിന്റെ ബോർ മോഡൽ വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യം എന്താ വരയ്ക്കേണ്ടത്? നമ്മൾ ആദ്യം വരയ്ക്കേണ്ടത് ന്യൂക്ലിയസ് ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ന്യൂക്ലിയസ് വരച്ചു കേട്ടോ. ന്യൂക്ലിയസ് വെറുതെ വരച്ചു വെച്ചാൽ മതിയോ? പോരാ. ന്യൂക്ലിയസിന്റെ അകത്ത് പ്രോട്ടോണുകളും ന്യൂട്രോണുകളും നമുക്ക് എഴുതാനുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രോട്ടോണുകൾ എത്രയെന്നും ന്യൂട്രോണുകൾ എത്രയെന്നും എഴുതണം. ഞാൻ എങ്ങനെയാണ് ആ ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാം? ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ സിമ്പിളാ. മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ മൈനസ് ചെയ്താൽ മതി. മാസ് നമ്പർ 40 എന്ന് തന്നിട്ടുണ്ട്. 40ൽ നിന്ന് 18 നമ്മൾ മൈനസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ന്യൂട്രോണുകളുടെ എണ്ണവും കിട്ടിയില്ലേ? പ്രോട്ടോണുകളുടെ എണ്ണവും ന്യൂട്രോണുകളുടെ എണ്ണവും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ ആദ്യത്തെ ഷെല്ല് നമ്മൾ വരയ്ക്കുന്നു അല്ലെ. ആദ്യത്തെ ഷെല്ല് ഞാൻ വരയ്ക്കാൻ വളരെ മോശമായതുകൊണ്ടാണ് വട്ടം വൃത്തിയിൽ വരാത്തത്. എന്റെ മക്കൾ നല്ല ഭംഗിയിൽ വട്ടം വരയ്ക്കാട്ടോ. കോയിൻസ് കോമ്പസ് ഒക്കെ ആയിട്ട് പോയാൽ മതി. വേണമെങ്കിൽ ചെറിയ കുഞ്ഞി അനിയത്തിയുടെ ഒക്കെ കുഞ്ഞി വളകൾ ഉണ്ടെങ്കിൽ വളകൾ കൊണ്ടായാലും മതി. അപ്പൊ നമ്മൾ ആദ്യത്തെ ഷെല്ല് വരച്ചു. അറ്റോമിക് നമ്പർ 18 ആയതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ വരിക? ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ, മൂന്നാമത്തെ ഷെല്ലിലും 8 ഇലക്ട്രോൺ തന്നെയാണ്. സോ ആദ്യത്തെ ഷെല്ല് നമ്മൾ വരച്ചു. അവിടെ നമ്മൾ എന്ത് ചെയ്തു? 2 ഇലക്ട്രോൺസിനെ കൊടുത്തു. ഇലക്ട്രോൺസ് നമുക്ക് വേറെ കളറിൽ കൊടുക്കാം അല്ലെ. അപ്പൊ നന്നായിട്ട് കാണും. ആദ്യത്തെ ഷെല്ല് വരച്ചു. ഇനി രണ്ടാമത്തെ ഷെല്ല് വരയ്ക്കുകയാണെ. രണ്ടാമത്തെ ഷെല്ല് എന്റെ മക്കൾ നല്ല ഭംഗിയിൽ വരയ്ക്കണം. രണ്ടാമത്തെ ഷെല്ല് വരച്ചു. അവിടെ നമ്മൾ എന്ത് ചെയ്തു? 1 2 3 4 5 6 7 8 ഇലക്ട്രോൺസ് മാർക്ക് ചെയ്തില്ല. രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആണ്. ഇനി മൂന്നാമത്തെ ഷെല്ലിൽ നമുക്ക് എന്ത് വരയ്ക്കാനുണ്ട്? 8 ഇലക്ട്രോൺസ് വരയ്ക്കാനുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? മൂന്നാമത്തെ ഷെല്ലും വരച്ചു. മൂന്നാമത്തെ ഷെല്ലിൽ 1 2 3 4 5 6 7 8. യെസ്, 8 ഇലക്ട്രോൺസ് വരച്ചു. ബോർ മാതൃക വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കാൻ നല്ല വൃത്തിയിൽ വരയ്ക്കണം. അതേപോലെ ഡോട്ട് കേട്ടോ. ഇലക്ട്രോൺസ് നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോഴേ വെറുതെ ഇങ്ങനെ ഒരു കുത്തിട്ട് വെക്കാൻ പാടില്ല. ഞാനിത് അവിടെ ഒരു കുത്തിട്ടത് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. നിങ്ങൾ കുത്തിട്ടത് കാണാൻ പറ്റിയില്ലെങ്കിലോ അവിടെ നിങ്ങളുടെ മാർക്ക് പോകത്തില്ലേ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക. നന്നായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഡോട്ട് നിങ്ങൾ മാർക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? സ്ട്രക്ചർ നല്ല വൃത്തിയിൽ വരയ്ക്കണം കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ബോർ മാതൃക നമ്മൾ വരച്ചു. ബോർ മാതൃകക്ക് തന്നെ നമുക്ക് എന്ത് കിട്ടി? യെസ്, നമുക്ക് 2 മാർക്ക് കിട്ടി. ബോർ മാതൃക 2 മാർക്കാണ്. ഇതേപോലെ നിങ്ങൾക്ക് ഏത് എക്സാമ്പിൾസും ചോദിക്കും. ഇനി അടുത്തത്, വിച്ച് ഷെൽ ഓഫ് ആർഗൺ ആറ്റം ഹാസ് ദ ഹയസ്റ്റ് എനർജി? ഇവിടെ നമ്മൾ വരച്ചതില്ല. എന്താണ് ചോദിച്ചിരിക്കുന്നത്? എവിടെ പോയി നമ്മുടെ ബോർ മോഡല്? യെസ്, ഇവിടെ വരച്ചതില്ല. കെ ഷെല്ലുണ്ട് അല്ലെ. കെ ഷെല്ലുണ്ട്, എൽ ഷെല്ലുണ്ട്, എം ഷെല്ലുണ്ട്. ഇത് ഏത് ഷെല്ലിനാണ് ഏറ്റവും എനർജി കൂടുതൽ? ഞാൻ പറഞ്ഞു ന്യൂക്ലിയസിൽ നിന്ന് അകലും തോറും എനർജി കൂടുതലാണ്. അപ്പൊ ന്യൂക്ലിയസിൽ നിന്നും അകലും തോറും എന്ന് പറഞ്ഞാൽ ഈ അവസാനത്തെ ഷെല്ലിനാണ് എന്തുള്ളത്? എനർജി കൂടുതലുള്ളത്. അപ്പൊ അവസാനത്തെ ഷെൽ എന്ന് പറയുന്നത് ആരാണ്? എം ഷെല്ലാണ്. അപ്പൊ നമുക്ക് ഒറ്റയടിക്ക് എഴുതാം എം ഷെല്ലിനാണ് എനർജി കൂടുതൽ എന്ന് എഴുതാം. സോ ഇത്രയും ചോദ്യങ്ങൾ അല്ലെ മിക്ക ആളുകൾക്കും ടഫുള്ള ഒരു പോർഷൻ ആയിരുന്നു. സോഡിയം ഓക്സൈഡ് Na2O ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വരയ്ക്കാൻ കണ്ടു. അതേപോലെ തന്നെ അതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചാൽ എങ്ങനെ എഴുതണമെന്ന് കണ്ടു. കാർബൺ ടെട്രാ ക്ലോറൈഡ്, അതേപോലെ മീത്തേൻ, CH4 സംശയമുള്ളവരുണ്ട്. അതെല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. എന്റെ മക്കൾക്ക് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ. കാരണം എനിക്കൊരു സമാധാനം വേണം. നിങ്ങൾ എക്സാം എഴുതാൻ പോവാണ്, നിങ്ങൾ സെറ്റാണ്, ഞാൻ കെമിസ്ട്രിയിൽ ഫുൾ മാർക്ക് വാങ്ങും, എനിക്ക് പ്രോമിസ് ചെയ്യുക നിങ്ങൾ കെമിസ്ട്രിയിൽ ഫുൾ മാർക്ക് വാങ്ങണം എന്നുള്ളത്. കാരണം എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് എക്സാം എഴുതുക. ഓൾ ദി വെരി ബെസ്റ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്യട്ടെ? എക്സാം നന്നായിട്ട് എഴുതാൻ സാധിക്കട്ടെ. ഒരു ചോദ്യങ്ങൾ പോലും നിങ്ങൾ എന്ത് ചെയ്യരുത്? മിസ് ചെയ്യരുത്. അതേപോലെ തന്നെ വെൽ പ്രിപ്പയർ ചെയ്തിട്ട് പോവുക. ഫുൾ കോൺഫിഡൻസോട് കൂടി തന്നെ നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോവുക. ബൈ ഫ്രം ശ്രീലക്ഷ്മി. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ലൈവ് ക്ലാസ്സുകളിൽ കാണാം. ബൈ.